ഇയാൾ എത്ര പേർക്ക് അറിയാം? ആളുടെ പേര് അനന്തു അജി, കോട്ടയത്തുകാരനാണ്. ഒരു BJP-കാരൻ. RSSന്റെ ശാഖയിലെ കുണ്ടന്മാർ പീഡിപ്പിച്ച് കൊന്ന ഒരു മനുഷ്യൻ. 24 വയസ്സേ ഉള്ളൂ. ചെറുപ്പം മുതൽ 4 വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ RSSന്റെ ശാഖകളിൽ പോകുമായിരുന്നു. RSSന്റെ സംഘ ശാഖകളിൽ, മറ്റേ ചുള്ളിക്കമ്പും ട്രൗസർ ഇട്ട് പോകുന്ന നമുക്കറിയാലേ, RSSന്റെ ശാഖയിലോട്ട് പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് നിങ്ങൾ. അവിടെ ചെല്ലുന്ന സമയത്തെ അവിടുത്തെ കുണ്ടന്മാർ ഈ പാവത്തിനെ 4 വയസ്സ് മുതൽ പീഡിപ്പിച്ചു തുടങ്ങി. അത് വീടിൻ്റെ അടുത്തും തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ പോലെ കാണുന്ന അല്ലെങ്കിൽ RSSന്റെ വലിയൊരു പ്രവർത്തകൻ ആ നാട്ടിലെ, ഇയാളുടെ നാട് ഏതാണോ ആ നാട്ടിലെ വലിയ പ്രവർത്തകനാണ്. അന്ന് മുതൽ ശാരീരികമായി പീഡിപ്പിച്ച് ഈ പറഞ്ഞ ശാഖയിൽ കൊണ്ടുപോയി അവിടെ പല ആളുകളും ഈ 4 വയസ്സ് 5 വയസ്സ് പ്രായമുള്ള ഒരാളുടെ മനസ്സെന്തായിരിക്കും നമുക്കറിയില്ല. ഒരു ചെറിയ കുട്ടി പീഡിപ്പിച്ചത് മാത്രം പോരാ, RSSന്റെ പല ക്യാമ്പുകളിലും പോകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചു. പറഞ്ഞാൽ അറപ്പ് വരുന്ന രീതിയിൽ പീഡിപ്പിച്ചിട്ട് അതിൽ മനന്നൊന്നിട്ട് കാലങ്ങളായിട്ട് അത് മനസ്സിലിട്ട് ആൻസൈറ്റിയും അതുപോലെ തന്നെ OCDയും മറ്റു പലതരത്തിലുള്ള മെൻ്റൽ ഡിസോർഡർ കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് 24-ാമത്തെ വയസ്സിൽ ആൾ തൂങ്ങി മരിച്ചു. മരിക്കുന്ന സമയത്ത് 15 പേജുകളുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ലെറ്റർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഷെഡ്യൂൾഡ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മരിച്ചതിന് ശേഷമാണ് ആ പോസ്റ്റ് കാണുന്നതും. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് തനിക്ക് എന്ത് സംഭവിച്ചു, തന്നെ RSSന്റെ ആരാണ് ഇത് ചെയ്തത്, ശാഖയിലെ ആളുകൾ എന്താ ചെയ്യുന്നത്, ശാഖയിൽ എന്താണ് നടക്കുന്നത്, ശാഖയിൽ പോകുന്ന ആൺകുട്ടികളിൽ പലരും ഇതുപോലെ RSS കുണ്ടന്മാരുടെ കഴപ്പ് മൂത്തിട്ട് അനുഭവിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടാണ് പോയത്. ഇത് വെള്ളിയാഴ്ച നടന്നതാണ്. ഇപ്പം വെള്ളിയാഴ്ച വൈകിട്ട് അനന്തുവിനെ സംസ്കാരം കഴിഞ്ഞു, അജിയുടെ സംസ്കാരം കഴിഞ്ഞു. എത്ര പത്രങ്ങളിൽ വന്നു, എത്ര വാർത്തകൾ വന്നു, എവിടെയും വന്നിട്ടില്ല. കാര്യമായിട്ട് ആരും വന്നിട്ടും ചർച്ചകളൊന്നുമില്ല. മലം നമ്പ്യാരും ഹാർപ്പിക് ഹുസൈനും അതല്ലെങ്കിൽ കുറെ ചെറ്റ മറുനാടൻ നാറികളും ഒക്കെ ഇരുന്നിട്ട് എന്തേ ചർച്ച ചെയ്യാൻ ഞാൻ കുറെ ആലോചിച്ചു. കാരണം ഉസ്താദുമാരാണെങ്കിൽ നമുക്ക് ചർച്ചയ്ക്ക് ആളുകൾ ഉണ്ടാവും, വാല്യൂ കാണുന്ന ആളുകൾക്ക് ഒരു രസം ഉണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ലൈവ് വെക്കും, പലതും വെക്കും. കാരണം ഞാൻ ഈ കൂടെ പറഞ്ഞ ഈ മലം കെട്ടായി ഒരൊറ്റ എല്ലാം ഒന്നിനൊന്ന് കുണ്ടന്മാരായതുകൊണ്ട് തന്നെ സ്വന്തം കൂട്ടത്തിലെ കുണ്ടന്മാരിങ്ങനെ ചെയ്യുമ്പോൾ പുറത്തോട്ട് പറയാനൊക്കെ കുറച്ച് മടിക്കും. അത് ഹാർപ്പിക്കാണെങ്കിലും മലനാടനാണെങ്കിലും മലം നമ്പ്യാരാണെങ്കിലും കുറച്ചൊന്ന് അറപ്പുണ്ടാവും. ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന കുണ്ടപ്രവർത്തികൾക്ക് ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു പാവപ്പെട്ടൊരു പയ്യനെ ഞങ്ങളുടെ കൂട്ടത്തിലെ മറ്റു കുണ്ടന്മാർ കൊന്നല്ലോ എന്ന് പേടിച്ചിട്ട് ഇവന്മാർക്കൊക്കെ ഇച്ചിരി അറയ്ക്കും, കയ്യും അല്ലെങ്കിൽ വാക്കും ഒക്കെ കുറച്ച് അറയ്ക്കുന്നതുകൊണ്ട് ആരും പ്രത്യേകിച്ച് വാർത്തകളൊന്നും കൊടുത്തിട്ടില്ല, എല്ലാം സേഫാണ്. ഇനി അതൊരു പക്ഷെ അവിടെ നിൽക്കട്ടെ. ഇതേ സ്ഥാനത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സ്ത്രീ ആണെങ്കിൽ, ഒരു പെൺകുട്ടിക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ട്, പെൺകുട്ടിയാണ് ഇങ്ങനെ ഒരു ലെറ്റർ ഇട്ട് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ ചാനലുകൾ ഓരോന്ന് എടുത്ത് വലിച്ചു കയറി ന്യൂസുകൾ ഇടും അല്ലേ. സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകളുടെ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ഇതേ സ്ഥാനത്ത് ഒരു ആൺകുട്ടിക്ക് ഇതാ സംഭവിച്ചിട്ട് എത്ര പേര് എത്ര ന്യൂസ് ഇട്ടു, എത്ര ആളുകൾ സംസാരിച്ചു, എത്ര ആളുകൾ പോസ്റ്റുകൾ ഇട്ടു. എവിടെ ഒന്നും കാണുന്നില്ല. നിഷ്പക്ഷ പണിക്കർക്കൊന്നും ഇത് കാണാൻ പോലില്ല. കാരണം അവനും ഇതൊക്കെ തന്നെ ആയിരിക്കും ശാഖയിൽ കൊണ്ട് പണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് നിഷ്പക്ഷ പണിക്കർക്ക് മിണ്ടാട്ടില്ല. പണ്ട് ശാഖയിൽ ചെയ്ത സുഖങ്ങളും കിട്ടിയ സുഖങ്ങളും കൊടുത്ത സുഖങ്ങളും ആലോചിച്ച് ജീവിക്കുന്ന അവൻ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം മനസ്സിലോട്ട് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസമായിട്ടും ഇത് ഡിസ്കസ് ചെയ്യാൻ, ഇത് ചർച്ച ചെയ്യാൻ ഒരുപാട് ആളുകളൊന്നും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് കണ്ടതുകൊണ്ടാണ്. അപ്പം പലപ്പോഴും നമ്മൾ രാഹുൽ ഈശ്വരൊക്കെ ഇടുന്ന വീഡിയോസ് കണ്ടിട്ടില്ലേ, ആണുങ്ങൾക്ക് എന്ത് സുരക്ഷയില്ല, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് എന്ത് പ്രസക്തി എന്നുള്ളത് ഇങ്ങനത്തെ ഈ കാലത്ത് പെണ്ണുങ്ങളൊന്നും തൊട്ട് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പോലും അത് എന്താ പറയുക പോസ്കോ കേസുകളും അതല്ലെങ്കിൽ പീഡന കുറ്റങ്ങളാവുന്ന സമയത്ത് ഒരാണിന് ഈ ഗതി വന്നു കഴിഞ്ഞാൽ ആരും മിണ്ടാനുണ്ടാവില്ല. അത് RSS എന്നുള്ളതല്ല, അവിടെ ഒരു രീതിയിലും ആരും ഒന്നും സംസാരിക്കാനില്ല. അതാണ് നമുക്ക് കാര്യത്തിലോട്ട് വരാം. അനന്തു 15ഓളം പേജ് വരുന്ന ഇൻസ്റ്റാ പോസ്റ്റായിട്ട് അത് മരിക്കുന്നതിന് മുമ്പ് ആ പോസ്റ്റിന് തുടക്കം ഇങ്ങനെ എഴുതുന്നുണ്ട്. ദിസ് ലെറ്റർ മേ സീം നോൺ ലീനിയർ, സോറി ഫോർ ദാറ്റ്. അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് മെസ്സായിട്ടാണുള്ളത്, പറ്റുന്നവർ വായിക്കുക. ഞാനിത് 15 ആ പേജ് അങ്ങ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ സാധാരണ ഇപ്പം ഇതൊരു സംഘടന കുറ്റം പറയണം അല്ലെങ്കിൽ RSSനെ കുറ്റം പറയാന്നുള്ളതോ അല്ലെങ്കിൽ അവിടുത്തെ കഴപ്പന്മാർ ചെയ്യുന്ന കഴപ്പത്തരങ്ങളെ പറ്റി പറയാന്നുള്ളതോ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇത്ര വിലയുള്ളൂ എന്നുള്ളതിനൊക്കെ പുറമെ ഈ ലെറ്റർ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും. ആ രീതിയിൽ എഴുതി വെച്ചത് ഒരാൾക്ക് എഴുതാൻ പറ്റുന്നില്ല. അതായത് മെൻ്റലി കംപ്ലീറ്റ്ലി പോയൊരു മനുഷ്യൻ ഇരുന്ന് എഴുതുക, മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിട്ടുള്ളൊരു ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലോ, അതും ഇത്രയും കാര്യങ്ങൾ എഴുതി, അത് അവിടെയും ഇവിടെയും എന്തൊക്കെയോ പറയണമെന്നുണ്ട്, എഴുതണമെന്നുണ്ട്, തനിക്ക് ഒന്ന് അനുഭവങ്ങളെ പറ്റി സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ഒരു എഴുതുന്ന ലെറ്റർ ആയിട്ടാണത്. ആ ലെറ്റർ അങ്ങനെയാണ് ആ ലെറ്ററിൻ്റെ തുടക്കം തന്നെ. ഹായ്, എല്ലാവരും ഇപ്പോൾ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും, എന്തിനാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആ ലെറ്ററിൻ്റെ തുടക്കം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതിൻ്റെ ഇതിലോട്ട് വരുന്നത്, ചിലപ്പം ഇത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എയറിലായിരിക്കും, എൻ്റെ ലെറ്റർ എയറിലായിരിക്കും, പലരും പല അഭിപ്രായങ്ങളും കഥകളും ഒക്കെ ഉണ്ടാക്കും. പക്ഷെ എന്താണ് നടന്നത്, ദിസ് ഈസ് മൈ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആൻഡ് ദിസ് ഈസ് എ ഷെഡ്യൂൾഡ് പോസ്റ്റ്. ആൾ മരിക്കുന്നതിന് മുമ്പ് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് പോയ പോസ്റ്റാണ്. മരിച്ചതിന് ശേഷമാണ് ഈ പോസ്റ്റ്
പോപ്പപ്പ് ആവുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീഡിലോട്ട്. ഇതൊക്കെ ഞാൻ ഇടുന്നത് ഷെഡ്യൂൾഡ് പോസ്റ്റുകളായിരിക്കും. ആഫ്റ്റർ ദിസ് മേ ബി ഒരു വീഡിയോ കൂടെ വന്നെന്നിരിക്കും. അതായത് ആൾ സംസാരിക്കുന്ന വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു വല്ല വീഡിയോ ആണെന്ന് അറിയില്ല. ആ ഒരു വീഡിയോ കൂടി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും വരുമായിരിക്കും. ഈ 2 പോസ്റ്റുകൾ മാത്രമായിരിക്കും എൻ്റേതായി ഇനി വരിക. ഇത് കഴിഞ്ഞ് ആരെങ്കിലും എൻ്റെ ഫോൺ യൂസ് ചെയ്തിട്ട് അതിന് വേറെ വല്ലതും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല എന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ അത് വരുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയലി സോറി ഇഫ് ഐ ഹാവ് ബിക്കം എ ബാഡ് പേഴ്സൺ ടു എനി വൺ ഓഫ് യു. ഞാൻ അറിയാതെയോ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കെല്ലാം സോറി. ദിസ് ഈസ് ടു മൈ സിസ്റ്റർ, മദർ, ഫ്രണ്ട്സ് ആൻഡ് കസിൻസ്. ഐ എം റിയലി സോറി ദാറ്റ് ഐ എം ടേക്കിംഗ് മൈ ഓൺ ലൈഫ്. ഐ എം റിയലി സോറി ബട്ട് എൻ്റെ ലൈഫ് എടുക്കാതെ എനിക്ക് പറ്റില്ല. ഐ കാൺ സഫർ ദിസ് ഫക്കിംഗ് ലൈഫ് ലൈക്ക് ദിസ്. അത്രയും ആള് എന്താ പറയുക, കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജീവിതം മടുത്തിട്ടുള്ള ഒരു അവസ്ഥയിൽ എന്താ പറയുക, വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള ലെറ്ററാണ് കേട്ടോ അതാണ് ഞാനത് വായിക്കുമ്പം എനിക്ക് തന്നെ ഇടയ്ക്ക് സ്റ്റെക്കായി പോകുന്നത്. അതുകൊണ്ടാണ് അത്രയൊരു സുഖമില്ലാത്ത ലെറ്ററാണ്. നമ്മൾ ആരാണെങ്കിലും ഒന്ന് വായിക്കുമ്പോൾ ഒന്ന് സ്റ്റെക്കായി പോകുന്ന രീതിയിലുള്ള ലെറ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നങ്ങ് സ്റ്റെക്കാവുന്നത്. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഐ എം അനന്തു അജി, 26 years old. ഇന്ന് ഡേറ്റ് September 8, 2025. ഐ ആം വർക്കിംഗ് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഞാൻ ഇവിടെ നിന്ന് ഈ റൈറ്റപ്പ് ആയിട്ട് വന്നിരിക്കുന്ന എൻ്റെ മരണമൊഴിയായിട്ടാണ്. അത് മരിക്കുന്നതിന് മുമ്പുള്ള മൊഴിയാണ് ആൾ എഴുതുന്നത്. ദിസ് ലെറ്റർ വിൽ ബി എ മിക്സ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആൻഡ് മംഗ്ലീഷ്. സോ പറ്റുന്നത് മാത്രം വായിക്കണം, അല്ലാത്തവർക്ക് പിരിഞ്ഞു പോകാം. അങ്ങനെയാണ് ആൾ തുടങ്ങുന്നത്. മേ ബി ഐ വിൽ പോസ്റ്റ് എ വീഡിയോ, ഐ ഡോണ്ട് നോ. അങ്ങനെ ആണെങ്കിൽ HD ദൃശ്യ മികവോടെ നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാം. ആൾ മരിക്കുന്ന വീഡിയോ ആയിരിക്കാം ചിലപ്പം ഇടും എന്ന് പറയുന്നത്. അതൊന്നും കണ്ടു നിൽക്കാൻ ആർക്കും പറ്റിക്കൊള്ളണമെന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. ആദ്യം തന്നെ റീസൺ പറയാം എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. ദാറ്റ് ഈസ് ബിക്കോസ് ഐ കാൺ ബിയർ ദിസ് ലൈഫ്. ഐ കാൺ ലീവ് ദിസ് ലൈഫ് വിത്ത് ദിസ് ഫക്കിംഗ് ആൻസൈറ്റി ആൻഡ് ഫ്രീക്വൻറ്റ് പാനിക് അറ്റാക്സ്. അതായത് പണ്ട് ഈ ശാഖയിൽ നിന്ന് അല്ലെങ്കിൽ ശാഖയിൽ നിന്ന് അവർ കിട്ടിയിട്ടുള്ള ആ ഒരു വൃത്തികെട്ട അനുഭവങ്ങൾ കാരണം മെൻ്റലി ആൻസൈറ്റി വന്ന്, അല്ലെങ്കിൽ OCD വന്ന്, അതിൽ പറയുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള അറപ്പും വെറുപ്പും ഒക്കെ വന്ന് OCD പോലത്തെ അസുഖം ഒരു സിറ്റുവേഷനിലോട്ട് ആൾ വന്ന്, അങ്ങനെ അയാൾക്ക് പാനിക് അറ്റാക്സ്, പലപ്പോഴും അത് ചിന്തിച്ചിട്ടുള്ള പാനിക് അറ്റാക്സ് വന്നിട്ട് ആൾക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് അയാളിത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ഐ ആം കമ്മിറ്റഡ് സൂയിസൈഡ് നോട്ട് ബിക്കോസ് ഓഫ് എനി ഗേൾ ഓർ ലവ് അഫെയർ ഓർ ഡെപ്റ്റ് ഓർ എനിത്തിങ്. അതായത് കടം കൊണ്ടോ അല്ലെങ്കിൽ ലവ് അഫെയർ കൊണ്ടോ അല്ലെങ്കിൽ പെണ്ണിനെ കൊണ്ടോ അല്ല ഞാനിതും ചെയ്യുന്നത്. ഐ എം കമ്മിറ്റിംഗ് ദിസ് ബിക്കോസ് ഓഫ് ദ ആൻസൈറ്റി. അതാണ് പറയുന്നത്. അതായത് എൻ്റെ ഈ ഒരു അവസ്ഥ, എൻ്റെ ഈ ആൻസൈറ്റി, ഇങ്ങനത്തെ അവസ്ഥകൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഇനിയാണ് ആ റീസണിലോട്ട് അനന്തു സംസാരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് ഇങ്ങനെ വായിച്ചു പോട്ടോ. പിന്നെ പറയുന്നത്, എനിക്ക് ആരോണ്ടും ദേഷ്യമില്ല എക്സെപ്റ്റ് 1 person ആൻഡ് ഓൾസോ 1 organization. അതായത് ഒരാളോടും പിന്നെ ഒരു ഓർഗനൈസേഷനോടാണ് എനിക്ക് ഏറ്റവും ദേഷ്യം, അല്ലെങ്കിൽ അവർ കാരണം മാത്രമാണ് ഞാനിത് ചെയ്തത്. ദ ഓർഗനൈസേഷൻ ഈസ് RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘം. അതങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് മൈ ഫാദർ, എ വെരി ഗുഡ് പേഴ്സൺ ഹൂ മെയ്ഡ് മീ ഇൻ ടു ദിസ് ഫക്കിംഗ് ഗ്രൂപ്പ് where I am suffering lifelong trauma from the organization and also the person. I am suffering from this because of that fucking person and this fucking organization. അങ്ങനെയാണ് ആ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുള്ളത്. എല്ലാം റൈറ്റപ്പിൽ ഉണ്ടാകും, വായിക്കാൻ പറ്റുന്നവർ വായിക്കാം. അത്രയും ഫ്രസ്ട്രേഷൻ കാരണം അച്ഛൻ ചെറുപ്പത്തിൽ ആ ഒരു വളരെ നല്ലവനായിട്ടുള്ളൊരു അച്ഛൻ ആ മകനെ താൻ വിശ്വസിക്കുന്ന ആ ഒരു RSSന്റെ ശാഖയിലോട്ട് കൊണ്ടാക്കുന്നു. അവിടുന്ന് തനിക്ക് ഏൽക്കുന്ന മുറിവുകളാണ് ഇയാളെ ഈ ലൈഫിൻ്റെ അവസാനത്തിലോട്ട് എത്തിച്ചത്. ആദ്യം എൻ്റെ ലൈഫിലെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. പിന്നെ അയാൾ വീട്ടിലുള്ള എന്താ പറയുക ആളുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്, അമ്മ, സിസ്റ്റർ, അച്ഛൻ, പിന്നെ അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ അയാൾ ആ ട്രോമയിലോട്ട് വരികയാണ്. ഐ എം വെരി സോറി അമ്മ അതായത് അമ്മക്കും സിസ്റ്ററോടും ഒക്കെ അയാളുടെ ഒരു അവസ്ഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ആളിങ്ങനെ ഒരു ഇതിലോട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കഥയാണ്, മൈ റിയൽ ലൈഫ് സ്റ്റോറി. ഞാനൊരു വിക്ടിമാണ്, എ റേപ്പ് വിക്ടിം. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. ഐ മീൻ സെക്ഷൽ അബ്യൂസ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എന്നെ ഒരാൾ കണ്ടിന്യൂസ്ലി സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ RSS എന്ന സംഘടനയിൽ നിന്നും പലരിൽ നിന്നും സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ ആരൊക്കെ ആണ് എന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഐ വിൽ എക്സ്പോസ് ദ പേഴ്സൺ അബ്യൂസ് മീ വെൻ ഐ വാസ് ഇൻ 4 years old. അതായത് ഒരുപാട് പേരുണ്ട്, ആരൊക്കെയെന്ന് എനിക്ക് തന്നെ അറിയില്ല. 4ാമത്തെ വയസ്സിൽ എന്നെ ആദ്യമായിട്ട് ഇതിലോട്ട് എത്തിച്ചല്ലെങ്കിൽ എന്നെ കണ്ടിന്യൂസ്ലി അബ്യൂസ് ചെയ്ത ആളെ പറ്റി ഞാൻ പറയാം.
എനിക്ക് അയാളെ എന്താ ചെയ്യുക പുറത്തോട്ട് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഐ എം എൻ OCD പേഷ്യൻറ്റ് ആൻഡ് ഐ എം സഫറിങ് ഫ്രം ആൻസൈറ്റി, ഡിപ്രഷൻ ഇഷ്യൂസ് ആൻഡ് പാനിക് അറ്റാക്ക് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. റിയൽ ലൈഫിൽ അനുഭവിക്കുമ്പോൾ അതിൻ്റെ സുഖം നന്നായി മനസ്സിലാകുന്നുണ്ട്. കറക്റ്റായി ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഫീലിംഗ് ഡിപ്രഷനും സാഡ് ഡിപ്രഷനും ഒന്നല്ല, യഥാർത്ഥത്തിൽ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് കയ്യിൽ നിൽക്കില്ല മനസ്സ് എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു തിയറി, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ പ്രാക്ടിക്കൽ തിങ് എന്ന് പറയുന്നത്. റിയൽ ലൈഫിൽ അനുഭവിക്കുമ്പോൾ അതിൻ്റെ സുഖം നന്നായി മനസ്സിലാകുന്നുണ്ട്. ഐ കാൺ കോപ്പ് അപ്പ് വിത്ത് ദിസ് ലൈഫ് ആൻഡ് മോ വിത്ത് ദിസ് ഫക്കിംഗ് ആൻസൈറ്റി. ഒരു കാര്യം ഇല്ലാതെ പേടി വരുന്നു, എനിക്ക് അറിയില്ല എന്ത് ആണെന്ന്. എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, മൈൻഡ് കൺട്രോൾ ചെയ്യ്, നിൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്നൊക്കെ. എനിക്ക് പറ്റണ്ടേ? ഐ കാൺ സഫർ എ പാനിക് അറ്റാക്ക് എനിമോർ. വയ്യ, മരിച്ചു പോകുന്ന അവസ്ഥയാണ്. സോ ബിക്കോസ് ഓഫ് ദറ്റ് OCD കഴിഞ്ഞ 1.5 വർഷമായിട്ട് തെറാപ്പി എടുക്കുന്നുണ്ട് ആൻഡ് കഴിഞ്ഞ 6 മാസമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. വിൽ ഷോ ദ മെഡിസിൻ ഇഫ് ഐ മെയ്ഡ് ദിസ് ആസ് എ വീഡിയോ. കുറേ കാലങ്ങളായിട്ട് മരുന്നെടുക്കുന്നുണ്ട്, ആൻസൈറ്റിയും ഈ പറഞ്ഞ പാനിക് അറ്റാക്കും ഒക്കെ കാരണം. ഐ ഗോട്ട് ദിസ് ഫക്കിംഗ് OCD ബിക്കോസ് ഓഫ് എ പിതൃശൂന്യൻ വാസ് സെക്ഷലി അബ്യൂസ് മീ continuously when I was 3 to 4 years old. Someone near to my old house and his name is NM. NM എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു പേര്. മുമ്പ് താമസിച്ച വീടിൻ്റെ അടുത്താണ് ആള്. കണ്ടിന്യൂസ്ലി അബ്യൂസ് മീ, ഹാവ് ഡൺ ലോട്ട്സ് ഓഫ് സെക്ഷൽ തിങ്സ് ടു മൈ ബോഡി. ഐ വാസ് എ സെക്സ് ടൂൾ ഫോർ ഹിം. അയാൾക്കൊരു സെക്സ് ടൂൾ മാത്രമായിരുന്നു ഞാൻ. അയാൾ എൻ്റെ ശരീരത്തിൽ പല രീതിയിലുള്ള സെക്ഷൽ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത്, എനിക്ക് OCD ഡയഗ്നോസ് ചെയ്ത സമയത്ത് ഈ അബ്യൂസാണ് OCD ഉണ്ടാവാനുള്ള കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത്രയും കാലം ഇത് എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ആൻഡ് ഹി വാസ് ലൈക്ക് മൈ ബ്രദർ ഫോർ ഇയേഴ്സ് ആൻഡ് വാസ് ലൈക്ക് എ റിലേറ്റീവ് ഓഫ് മൈ ഫാമിലി ആൻഡ് ഐ എം ഗെറ്റിംഗ് സഫക്കേറ്റഡ് വെൻ ഐ എം റിമെമ്പറിങ് ദാറ്റ് ഫക്കിംഗ് സ്മെൽ വെൻ ഹി പെനിട്രേറ്റിംഗ് ഇൻ ടു മീ. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നോട്ട് ഓൺലി NM, ഈ പറഞ്ഞ NM എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷോർട്ട് ഫോം വെച്ചിട്ടുള്ള ആളല്ല. ഈ NM പറ്റി ആർക്കെങ്കിലും അറിയാം, ഈ ആളുടെ ഫാമിലിയെ പറ്റി ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇൻസ്റ്റയിലൊക്കെ ഒന്ന് പിൻ ചെയ്തിട്ട് തരണം, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം. എന്നെ RSS ക്യാമ്പിൽ വെച്ച് ഓറൽ സെക്ഷൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും വെറുപ്പുള്ള ഒരു സംഘടനയില്ല, ഇത്രയും വെറുപ്പുള്ള ഒരു സംഘടന ഇല്ല. ഞാൻ അതിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു. ഒരാൾ ആയതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം. ലൈഫിൽ ഒരിക്കലും ഒരു RSS കാരനെ ഫ്രണ്ട് ആക്കരുത്. ലൈഫിൽ ഒരിക്കലും ഒരു RSS കാരനെ ഫ്രണ്ട് ആക്കാൻ നിൽക്കരുത്. നോട്ട് ഓൺലി ഫ്രണ്ട്സ്, നിങ്ങളുടെ അച്ഛനാണെങ്കിലും ബ്രദർ ആണെങ്കിലും നിങ്ങളുടെ സൺ ആണെങ്കിൽ പോലും അവരെ ലൈഫിൽ നിന്നും ഒഴിവാക്കുക. അതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട് നിങ്ങൾ നോക്കിട്ടോ, ആ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത്രയ്ക്ക് വിഷം കൊണ്ട് നടക്കുന്നവരാണ് RSSകാർ. സ്വന്തം അച്ഛനാണെങ്കിലും ബ്രദറാണെങ്കിലും ചേട്ടനാണെങ്കിലും മകനാണെങ്കിലും അവരെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. അത്രയ്ക്ക് വിഷമാണ് RSSകാരുടെ ഉള്ളിലുള്ളത്. ആൻഡ് ദ റിയലി അബ്യൂസേഴ്സ്, ആളുകളുടെ നെയിം ഞാൻ ഓർക്കുന്നില്ല, ബട്ട് ITC OTC, ഈ ITC OTC ഈ 2 ക്യാമ്പുകൾ വെച്ച് ഞാൻ സെക്ഷലി അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. ഓക്കെ, ചിലപ്പം ഈ സംഘപരിവാരങ്ങളുടെ ഏതോ ക്യാമ്പുകളുടെ പേരാണ് ITC OTC എന്നൊക്കെ ഉള്ളത്. അവിടെ നിന്നൊക്കെയാണ് എനിക്കിത് അനുഭവപ്പെട്ടിട്ടുള്ളത്. നോട്ട് ഓൺലി സെക്ഷൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. എന്നെ കാരണമില്ലാതെ അടിച്ചിട്ടുണ്ട്. അവരുടെ ദണ്ഡ ഉപയോഗിച്ച് തള്ളിയിട്ടുണ്ട്. അവന്മാരുടെ കുറുവടി ഉണ്ടല്ലോ, ചുള്ളിക്കമ്പ്, അത് വെച്ചിട്ട് പോലും അടിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് അവർ എന്നോട് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ്. അവർ ഒരുപാട് പേരോട് സെക്ഷലി ആൻഡ് ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ക്യാമ്പിൽ നടക്കുന്നത് അബ്യൂസാണ്. ഞാൻ ഇതിൽ നിന്നും പുറത്ത് വന്നതുകൊണ്ട് ആണ് എനിക്ക് ഇത് പറയാൻ പറ്റുന്നത്. ഐ നോ ഇന്ന് ആരും വിശ്വസിക്കില്ല. ഇതാരും വിശ്വസിക്കില്ല. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി പ്രൂഫ്. ഞാൻ എൻ്റെ ലൈഫാണ് പ്രൂഫായിട്ട് തരാൻ പോകുന്നത്. എനിക്ക് അത്രയ്ക്ക് വിഷമം ഉള്ളത് കൊണ്ട് ആണ് ഇപ്പം ഞാൻ കൺഫസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ആരും വിശ്വസിക്കാനുള്ള ചാൻസ് ഇല്ല. പ്രൂഫായിട്ട് എൻ്റെ കയ്യിലൊന്നും, ഞാൻ എൻ്റെ ലൈഫ് തന്നെ നിങ്ങൾ പ്രൂഫ് തരാണ്. RSS ക്യാമ്പുകളിൽ RSS കുറുവടി ശാഖ ചെറ്റകൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിലെ കുണ്ടന്മാർക്ക് വീട്ടിൽ
കുത്തി തീർക്കുന്നതിന് പകരം വീട്ടിലെ അച്ഛനെ അല്ലെങ്കിൽ സ്വന്തം ആൺമക്കളെ അല്ലെങ്കിൽ അനിയനെ ചേട്ടനെ സ്വയം കുത്തി അവൻ്റെ ഒക്കെ കഴപ്പ് തീർക്കുന്നതിന് പകരം ഈ ക്യാമ്പിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ശാഖയിൽ വന്നിട്ട് ഇവന്മാർ ട്രൗസർ ഇട്ട് നടക്കുന്ന സമയത്ത് ഇവൻ്റെ ഒക്കെ കണ്ണ് അതിൻ്റെ അകത്തോട്ടാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ RSS ശാഖകളിൽ നടക്കുന്നത് പലപ്പോഴും നമ്മൾ പല ന്യൂസും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര പച്ചക്ക് വന്ന് സ്വന്തം ലൈഫ് പോലും പണയപ്പെടുത്തി അല്ലെങ്കിൽ ലൈഫ് കൊടുത്തിട്ട് ഈ ഒരു കാര്യം പറയണമെങ്കിൽ അതിനുള്ള അതിൻ്റെ ഒരു ഇത് എത്രത്തോളം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. ലൈഫിൽ ഒരിക്കലും ഒരു RSS കാരനായി ഇടപഴകരുത്. ഓൾസോ എന്നെ അബ്യൂസ് ചെയ്ത എന്നും ഒരു സജീവ RSS BJP പ്രവർത്തകനാണ്. എനിക്കറിയാം ഞാൻ മാത്രമല്ല അവരുടെ ഇര. മറ്റുള്ള പല കുട്ടികൾക്കും ഇവൻ്റെ അടുത്ത് നിന്ന് അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. ഓൾസോ ഫ്രം RSS ക്യാമ്പ്. ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, ക്യാമ്പിൽ നിന്ന് പലരുടെയും കയ്യിൽ നിന്ന് ഈ അവസ്ഥയാണ് ഈ പറഞ്ഞ പാവപ്പെട്ട കയ്യിൽ പോകുന്ന പിള്ളേർക്ക് അനുഭവപ്പെടുന്നത്. ഒരുപാട് കുട്ടികൾ ഇവരുടെ RSS ക്യാമ്പ് ആൻഡ് ശാഖ വെച്ച് അബ്യൂസ് അനുഭവിക്കുന്നുണ്ട്. ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കുക എന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവൻ കാരണം സെക്ഷൽ അബ്യൂസ് നേരിട്ടുള്ള ആൾക്കാർ പുറത്ത് വന്ന് പറയണം എന്ന് എനിക്കുള്ളത്. അങ്ങനെ ഇതായത് ഇവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള അനുഭവം വന്ന ആളുകൾ പുറത്ത് വന്ന് പറയണം എന്നാണ് എനിക്കുള്ളത്. കാരണം ഇവനെ പോലെ ഉള്ളവർ എക്സ്പോസ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇവൻ ഇനിയും പലരെയും അബ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈവൻ അവനൊരു കുട്ടി ഉണ്ടായാൽ അതിനെ വരെ അബ്യൂസ് ചെയ്യും. അത്രയ്ക്ക് വിഷമാണ്. ഒരു പീഡോ ആയവനാണ്, പീഡോ ആണ് അവൻ എന്നാ പറയുന്നത്. സംഘങ്ങളുടെ ശാഖകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് പച്ചക്ക് ഇങ്ങനെ പറയുന്നത്. കാരണം ഞാൻ ഇന്ന് അനുഭവിക്കുന്ന OCD എന്നത് ഐ കാൺ റിയലി എക്സ്പ്ലെയിൻ. കാരണം ഞാൻ ഈ അനുഭവിക്കുന്ന OCD എന്നത് ഐ കാൺ റിയലി എക്സ്പ്ലെയിൻ. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആൾ പോകുന്നത്. ഓൾസോ ഡിപ്രഷൻ ഈസ് നോട്ട് ലേസിനെസ്. എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് പാരൻസിനോടാണ്. ഓക്കെ, പിന്നെ ആൾ എന്താ പറയുക, പാരൻസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതാണ് ആൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ വയസ്സ് മുതൽ. ഇത് സത്യം ഇത് ഒരു മംഗ്ലീഷായിട്ട് എഴുതുകൊണ്ടാട്ടോ അങ്ങനെ ഒരു വായിക്കുമ്പോൾ ഇത് വരുന്നത്. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഞാൻ സൈഡിലിട്ടിട്ട് നിങ്ങളത് എടുത്ത് വായിച്ചു നോക്ക്. ഒട്ടും ഒരു സുഖമില്ലാത്ത വല്ലാത്തൊരു അത് വായിക്കുമ്പം തന്നെ നമ്മൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാട്ടോ ഞാനത് പറയുന്നത്. നമുക്ക് ഈ സംഘടന ഏതാവട്ടെ, RSS ആവട്ടെ, എന്താവട്ടെ, ആൺകുട്ടികൾക്ക് ഇങ്ങനത്തെ അവസ്ഥകൾ എത്രയോ വരുന്നുണ്ട്. പെൺകുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ 1000 ആളുകൾ പിന്നാലെ വരും, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വരും. ഈ ആൺകുട്ടികൾക്ക് വന്ന് എത്ര പേര് വരുന്നുണ്ട്, ഇതുപോലും എത്ര പേര് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ ഒരു കമൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പോസ്റ്റിൻ്റെ താഴെ ആളുടെ ബ്രദറാണ്, ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങനത്തെ പറയേണ്ട ബ്രദറാണ്, തമ്പാനൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അവർ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇത് കണ്ടിരുന്നു. അതിൻ്റെ താഴെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ അതിന് കുറേ ആളുകൾ പോയി അയാളെ ചെറിയ വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ഇതിപ്പം RSS ചെയ്തതുകൊണ്ട് ഇപ്പം ഇത് ഇനി എത്രത്തോളം മുന്നോട്ട് വരും അല്ലെങ്കിൽ കേസ് എത്രത്തോളം മുന്നോട്ട് പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മുക്കാനുള്ള ചാൻസുകൾ വളരെ ഹൈ ആണ്. RSS എന്ന സംഘടന മൊത്തത്തിൽ അതിൽ എഴുതി വെച്ചിട്ട് ആളുടെ പേര് NM എന്നുള്ള ക്ലൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ സംഘടന മാത്രമല്ല, സംഘടനയിൽ പോകുന്ന അല്ലെങ്കിൽ ശാഖകളിൽ മാത്രമല്ല, ശാഖകളിൽ നിന്ന് കൊണ്ടുപോകുന്ന ക്യാമ്പുകളിലും ആൺകുട്ടികൾക്ക് ഇതാണ് അനുഭവിക്കുന്നത്. ചെറിയ പ്രായം മുതൽ നമുക്കറിയാം, മറ്റേ ഈ ട്രൗസർ ഉദ്ദൂട്ട് ഏത് പ്രായം മുതൽ ഈ പറഞ്ഞ ശാഖയിലോട്ട് പിള്ളേർ പോകുന്നുണ്ടെന്നല്ല. അപ്പം പലരും ആ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പറയാൻ ഭയങ്കര മടിയാണ്, പേടിയോ കാര്യങ്ങളൊക്കെ കുട്ടികളൊന്നും പറയില്ല. അങ്ങനെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകും. കുറേ പേര് ഇങ്ങനെ മെൻ്റലി ഒന്നും അല്ലാണ്ടായി പോകും. ചില ആൾക്കാരൊക്കെ റിക്കവർ ആയിട്ട് പുറത്തോട്ട് വരും, ചില ആൾക്കാർ അതിലോട്ട് അഡാപ്റ്റഡ് ആയിട്ട് അങ്ങനെ ഇനി വരുന്ന തലമുറനെ അങ്ങനെ വരുന്ന ആളുകളെ ഇതുപോലെ സെക്ഷലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പല രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പോകുന്ന സമയത്ത് ഇപ്പം ഇത് ഞാൻ പറയുന്നത് ഈ ഒരു ആളുകൾ അല്ലെങ്കിൽ പത്രക്കാരോ അല്ല, മറ്റ് സംഘടനകളും അല്ലെങ്കിൽ ഈ മറ്റ് പാർട്ടിക്കാരും നിങ്ങൾ ഒരു RSS എന്ന് പറഞ്ഞ ഒരു കഴപ്പൻ സംഘടന മാറ്റി നിർത്തുക, അല്ലെങ്കിൽ സംഘീപരിവാണങ്ങളങ്ങ് മാറ്റി നിർത്തുക. അല്ലാത്ത ആളുകൾ എത്ര പേര് ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും മറ്റ് പാർട്ടിക്കാർ ടേക്കപ്പ് ചെയ്യണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിൻ്റെ എന്താ പറയുക ഓഫീസിലാണ് ഇങ്ങനെ സംഭവം നടന്നത്, അല്ലെങ്കിൽ KSUവിൻ്റെ ഒരു എന്താ പറയുക സംഘടന ഓഫീസിലാണ് നടന്നത്, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ MSF അല്ലെങ്കിൽ സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയം വേണ്ട, അങ്ങനെ അല്ലാതെ തന്നെ കൂട്ടിക്കോ ഇങ്ങനെ നടന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ ഈ നാട്ടിലെ അവസ്ഥ? ഏതൊക്കെ ചാനലുകൾ, ഏതൊക്കെ ഞാൻ പറഞ്ഞ പോലത്തെ ഏതൊക്കെ നിഷ്പക്ഷ എച്ചില് നാണം കെട്ട നാടന്മാരിപ്പം വന്നിട്ട് എന്തൊക്കെ മെസ്സേജുകൾ, എന്തൊക്കെ വീഡിയോസ് ചെയ്തിരുന്നു. ഇപ്പം ആരും മുന്നോട്ട് വരുന്നില്ല. നിങ്ങൾ ബാക്കി രാഷ്ട്രീയത്തിൻ്റെ കൂടെ തന്നെ ആളുകൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതിനെ പറ്റി സംസാരിക്കും, അതിനൊക്കെ മുന്നോട്ട് പോകും, അങ്ങനത്തെ കാര്യങ്ങൾ പറ. അതല്ലെങ്കിൽ ഈ കേസ് എവിടെയല്ലാണ്ട് ഇപ്പോൾ ആൾ മരിച്ചു, ഇനി അതിൻ്റെ പിന്നാലെ പോകാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ കേസ് ഒന്നും അല്ലാത്ത അവസ്ഥയിലോട്ട് എത്തിപ്പോൾ ഇനിയും അവിടെ കിടന്നിട്ട് നരകിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ നരകിച്ചിട്ട് പുറത്ത് പറയാൻ മടിയുള്ള ആളുകളുണ്ടെങ്കിൽ പുറത്തോട്ട് വന്ന് പറയാൻ വേണ്ടത്. ഇവൻ്റെയൊക്കെ ശാഖകളിൽ നടക്കുന്ന ഈ കുണ്ടം പണി പുറത്തോട്ട് പറയാൻ വേണ്ടത്. പണ്ട് സന്ദീപ് വാര്യർ ഒരു കാര്യം പറഞ്ഞിരുന്നു, RSS അല്ലെങ്കിൽ ഇവന്മാരുടെ ശാഖകളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അല്ലേ. പാലക്കാട്ടുള്ള ഒരു കുണ്ടനെ പറ്റിയിട്ട് പാലക്കാടപ്പം വലിയ BJP നേതാവായിട്ടുള്ള ഒരു കുണ്ടൻ്റെ മൊത്തം ഡീറ്റെയിൽസ് പറഞ്ഞിട്ടിരുന്നു.
ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറയാതാ പറഞ്ഞത്. അപ്പോൾ അയാൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സംഘടനകളും നിങ്ങളുടെ ശാഖകളും നടക്കുന്നത് എന്താണെന്ന് അന്ന് സന്ദീപ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലുള്ള സത്യാവസ്ഥ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പുറത്തോട്ട് വരുമ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടാകുന്നത് പറയാം. അന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത് RSSൻ്റെ ശാഖകളിൽ നടക്കുന്ന കുണ്ടം പരിപാടികൾ എന്താണെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പം നമ്മൾ ഈ കണ്ടത്. എത്ര പേര് ഇത് മുന്നോട്ട് എടുക്കും, അല്ലെങ്കിൽ ഇത് ഏത് അവസ്ഥയിലോട്ട് എത്തും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. ആണിന് പറയാൻ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളതും നമുക്കറിയാം. മറ്റ് പാർട്ടിക്കാർ വരുമോ, അല്ലെങ്കിൽ ഇനി ഈ RSS BJP-ക്കാർ ഇത് ഏത് രീതിയിൽ ഈ ഒരു സംഭവത്തിനെ മുക്കിക്കളയും എന്നുള്ളതും കണ്ടു തന്നെ അറിയാം.